വെൽക്കം ടു ഇമ്പൾസ്. സോ നിങ്ങൾക്ക് നമ്മൾ നോക്കാൻ പോകുന്നത് IUPAC നോമൻക്ലേച്ചർ ആണ്. സോ എന്താണ് IUPAC നോമൻക്ലേച്ചർ? IUPAC നോമൻക്ലേച്ചറുടെ ഉപയോഗം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. സോ ഈ IUPAC നോമൻക്ലേച്ചർ പ്രകാരം നമ്മൾ എങ്ങനെയാണ് ഒരു കോമ്പൗണ്ടിന് പേര് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഇതിൽ പഠിക്കുക. സോ ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ ആലോചിക്കുക. ഈ IUPAC എന്ന് പറയുന്നതിൻ്റെ നോമൻക്ലേച്ചറിൻ്റെ നെയിം ഐഡൻറ്റിഫിക്കേഷനും അല്ലെങ്കിൽ നെയിമിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ +2 പഠിച്ച കാര്യമാണ്. ഓൾറെഡി അവിടെ നിന്ന് പഠിച്ചിട്ട് വന്നതുകൊണ്ട് ഇവിടെ അത്രയും നിങ്ങൾക്ക് വലിയ പ്രശ്നം വരില്ല. ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു പോവുള്ളൂ. അതിൻ്റെ കൂടെ നിങ്ങൾ റെഫറൻസ് നോട്ടും കൂടെ വായിക്കുക. പരീക്ഷയ്ക്ക് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ല കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ചെയിൻ ഐഡന്റിഫിക്കേഷൻ അങ്ങനെയൊന്നും പറഞ്ഞ് വലിയ സംഭവങ്ങളൊന്നും ആയിട്ട് വരത്തില്ല. ദ ഫസ്റ്റ് വൺ ഈസ് ദ ലോങ്സ്റ്റ് ചെയിൻ റൂളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഹൈഡ്രോ കാർബണിനെ പാരന്റിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മൾ ആദ്യം ചെയ്യണം പാരന്റ് ഹൈഡ്രോ കാർബൺ ഐഡന്റിഫൈ ചെയ്യുക. ബേസിക്കലി ലോങ്സ്റ്റ് കണ്ടിന്യൂസ് ചെയിൻ ഓഫ് കാർബൺ ആറ്റം ആണ് നമ്മൾ ചൂസ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഇനി പാരന്റ് ചെയിന് പേര് കൊടുക്കുക. നമ്മുടെ പ്രോട്ടോകോൾ പ്രകാരം എത്ര കാർബൺ ഉണ്ടോ അതനുസരിച്ച് നമ്മൾ പേര് കൊടുക്കുന്നു. ആൻഡ് എല്ലാ പോസിബിൾ ചെയിൻ, ഇപ്പോൾ നമുക്കറിയാം ഇങ്ങനെ ബ്രാഞ്ചിങ് പോലെ വന്നിട്ടാണ് കാർബൺ വരുന്നതെങ്കിൽ ഏറ്റവും ലോങ്സ്റ്റ് പോസിബിൾ ചെയിൻ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. ഇത് ഫസ്റ്റ് കാര്യം എല്ലാവർക്കും അറിയാം. ഈ ലോവസ്റ്റ് സെറ്റ് ഓഫ് ലൊക്കൻസ് ആണ്. എന്താണ് ലൊക്കൻസ്? ലൊക്കൻസ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻസിനാണ് നമ്മൾ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂവൻസിന് നമ്മൾ ലൊക്കൻസ് എന്ന് പറയാം. സോ കാർബൺ ആറ്റം എങ്ങനെയാണ് നമ്പർ ചെയ്യേണ്ടതെന്ന് അറിയാം. നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് ആയിട്ടുള്ള 1 2 3 4 ആണ് യൂസ് ചെയ്യുക. 1 2 3 4 അല്ലാണ്ട് 0 1 2 അല്ലെങ്കിൽ -1 -2 ഒന്നും അല്ല യൂസ് ചെയ്യുക. നാച്ചുറൽ നമ്പർ ആയിട്ടുള്ള 1 2 3 4 ആണ് യൂസ് ചെയ്യുക. സോ ബേസിക്കലി നമുക്ക് എല്ലാവർക്കും അറിയാം. സോ സബ്സ്റ്റിറ്റ്യൂവൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പേര് കൊടുക്കുമ്പോൾ നമ്മളൊരു പാരന്റ് ചെയിന് പേര് കൊടുക്കുമ്പോൾ സബ്സ്റ്റിറ്റ്യൂവൻസ് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂവൻസ് വെച്ചിട്ട് പൊസിഷൻ ഐഡന്റിഫൈ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നെയിമിങ് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ റൂള്. ഇനി മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസ് ഓഫ് ദ സെയിം സബ്സ്റ്റിറ്റ്യൂവൻസ്. സോ ഒരു സാധനം തന്നെ 2 3 കൂടുതലുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പേര് കൊടുക്കും? 2 ആണെങ്കിൽ ഡൈ എന്ന്, 3 ആണെങ്കിൽ ട്രൈ എന്ന്, അതിൽ കൂടുതലാണെങ്കിൽ 4 ആണെങ്കിൽ ടെട്ര എന്നും, അല്ലെങ്കിൽ നമുക്ക് എത്ര ഹയസ്റ്റ് നമ്പർ ഉണ്ടോ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഡൈമീതയിൽ, ട്രൈമീതയിൽ, അതുപോലെ നമ്മൾ പേരുകൾ ഫ്രണ്ടിൽ കൊടുത്തുകൊണ്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂവൻസ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാരന്റ് ചെയിനുമായിട്ട് കാണിക്കാം. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇനി നെയിമിംഗ് ഡിഫറെന്റ് സബ്സ്റ്റിറ്റ്യൂവൻസ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ നെയിം ചെയ്യും? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂവൻസ് ഐഡന്റിഫൈ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതിനുശേഷം ആൽഫബറ്റിക് ഓർഡർ ആണ് നമ്മൾ തിരഞ്ഞെടുക്കുക. ABCD പറയുന്നത് പോലെ ഏതാണ് ഫസ്റ്റ് വരുന്നത് അതിനായിരിക്കും നമ്മൾ നെയിമിംഗ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ IUPAC നോമൻക്ലേച്ചർ പ്രകാരം നമ്മൾ നെയിം അറേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ നന്നായിട്ട് നമ്മുടെ റെഫറൻസ് നോട്ടിൽ എക്സ്പ്ലെയിൻഡ് ആണ്. ഓരോ സ്റ്റെപ്പും എക്സ്പ്ലെയിൻഡ് ആണ്. സോ നെയിമിംഗ് സബ്സ്റ്റിറ്റ്യൂവന്റ് ആസ് ദ സെയിം പൊസിഷൻ. സോ സെയിം പൊസിഷൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നെയിമിംഗ് ചെയ്യുന്നത്? ദ ഫസ്റ്റ് വൺ ഈസ് ഐഡന്റിഫൈ സെയിം പൊസിഷൻ സബ്സ്റ്റിറ്റ്യൂവന്റ്. സോ ഒരേ പൊസിഷനിൽ വരുന്ന സബ്സ്റ്റിറ്റ്യൂവൻസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതായത് റെക്കഗ്നൈസ് വെൻ 2 ഡിഫറെന്റ് സബ്സ്റ്റിറ്റ്യൂവന്റ് ഗ്രൂപ്പ് ആർ പ്രസന്റ് അറ്റ് ദ സെയിം പൊസിഷൻ ഓഫ് ദ ഓർഗാനിക് കോമ്പൗണ്ട്. ഓർഗാനിക് കോമ്പൗണ്ട് ഒരു ഭാഗത്ത് 2 ഡിഫറെന്റ് ഓർഗാനിക് കോമ്പൗണ്ട് ആണ് ആ ഒരൊറ്റ പൊസിഷനിൽ അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അസെൻഡിങ് ആൽഫബറ്റിക് ഓർഡറിൽ നമുക്ക് ചെയ്യാം. അസെൻഡിങ് ആൽഫബറ്റിക് ഓർഡറിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നെയിമിംഗ് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം സബ്സ്റ്റിറ്റ്യൂഷൻസ് വന്നു, അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു, ആൽഫബറ്റിക് ഓർഡർ വന്നു. പക്ഷെ സെയിം പൊസിഷനിൽ തന്നെയാണ് വരുന്നതെങ്കിൽ അസെൻഡിങ് ആയിട്ട് ആൽഫബറ്റിക് ഓർഡറിലായിരിക്കും നമ്മൾ ചെയ്യേണ്ടാവുക. നമുക്ക് ഇനി IUPAC നോമൻക്ലേച്ചർ നെയിം പ്രകാരം നമുക്ക് ചെയ്യാം. സോ നമ്മൾ എന്താ പറയുക, നെയിമിംഗ് സബ്സ്റ്റിറ്റ്യൂവന്റ് സെയിം പൊസിഷനിലാണെങ്കിലുള്ള കാര്യമാണ്. ഇത് ഡിഫറെന്റ് സബ്സ്റ്റിറ്റ്യൂവൻസിന്റെ കാര്യത്തിലാണ് പറഞ്ഞത്. ഡിഫറെന്റ് സബ്സ്റ്റിറ്റ്യൂവന്റ് ആണെങ്കിൽ ആൽഫബറ്റിക് ഓർഡേഴ്സിലും ആൻഡ് സെയിം പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂവൻസിൽ വരികയാണെന്നുണ്ടെങ്കിൽ അസെൻഡിങ് ആൽഫബറ്റിക് ഓർഡറിലുമായിരിക്കും നമ്മൾ ചെയ്യുക. ഇനി കോംപ്ലക്സ് സബ്സ്റ്റിറ്റ്യൂവൻസ് ആണെങ്കിൽ, ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂവന്റ് റെക്കഗ്നൈസ് ചെയ്യുക, ബ്രാഞ്ച്ഡ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അതിനുശേഷം നെയിം ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കൈൽ ഗ്രൂപ്പിന് നമ്മൾ എന്ത് ചെയ്യുക, നെയിം ചെയ്യുക. നെയിം ദീസ് കോംപ്ലക്സ് സബ്സ്റ്റിറ്റ്യൂഷൻ ആസ് ദ സബ്സ്റ്റിറ്റ്യൂട്ട് ആൽക്കൈൽ ഗ്രൂപ്പ്സ്. എന്ത് ചെയ്യുക, ഈ കോംപ്ലക്സ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുക, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ നെയിം ചെയ്യും. സോ ഒന്നും കൂടെ പറയാം, കോംപ്ലക്സ് സബ്സ്റ്റിറ്റ്യൂവൻസ് ആണ് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ നെയിം ആ സബ്സ്റ്റിറ്റ്യൂട്ട് ആൽക്കൈൽ ഗ്രൂപ്പ്. ഈ ഒരു കോംപ്ലക്സ് സബ്സ്റ്റിറ്റ്യൂവന്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് നമ്മൾ നെയിം ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എവിടെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു എന്ന്, അല്ലെങ്കിൽ ഏത് മെയിൻ ചെയിനുമായിട്ട്, ഈ മെയിൻ ചെയിനിൽ ഏത് കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഐഡന്റിഫൈ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, IUPAC നോമൻക്ലേച്ചർ റൂൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഒന്നും കൂടെ പറയാം. സോ കോംപ്ലക്സ് സബ്സ്റ്റിറ്റ്യൂവൻസ് ആണ്,
ഐഡന്റിഫൈ ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ആൽക്കിൽ ഗ്രൂപ്പ് നമ്മൾ കണ്ടുപിടിച്ചെല്ലാം മാറ്റി വെച്ചു. അതിനുശേഷം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആൽക്കിൽ ഗ്രൂപ്പായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, ബ്രാക്കറ്റ് ഇട്ടു, അങ്ങനെ നമ്മൾ UPSC ഇംപ്ലിമെന്റ് ചെയ്തു. സോ കമ്പോണന്റ് ഓഫ് എ IUPAC നെയിം. IUPAC നെയിമിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? ഫസ്റ്റ് വൺ ഈസ് പ്രൈമറി കമ്പോണന്റ്, സെക്കൻഡറി കമ്പോണന്റ് ആൻഡ് ഓർഡർ ഓഫ് കമ്പോണന്റ്. പ്രൈമറി കമ്പോണന്റിൽ വേർഡ് റൂട്ട്, പ്രൈമറി സഫിക്സ്, സെക്കൻഡറി സഫിക്സ് എന്ന് പറഞ്ഞ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സെക്കൻഡറി ആണെങ്കിലോ പ്രൈമറി പ്രിഫിക്സ് ആൻഡ് സെക്കൻഡറി പ്രിഫിക്സ്. ഓർഡർ ഓഫ് കമ്പോണന്റ് ആണെങ്കിൽ സെക്കൻഡറി പ്രിഫിക്സ്, പ്രൈമറി പ്രിഫിക്സ്, വേർഡ് റൂട്ട്, പ്രൈമറി സഫിക്സ് ആൻഡ് സെക്കൻഡറി സഫിക്സ് എന്നും പറഞ്ഞും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഇതൊന്നും അങ്ങനെ ചോദിക്കില്ല, പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കുക. കാരണം നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ടും ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ടും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതൊന്നും ഇങ്ങനെ എടുത്ത് ചോദിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ എങ്ങാനും IUPAC പറ്റി ചോദിക്കുവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. കാര്യം നമുക്ക് നാളെ ചോദിക്കില്ല എന്നും പറയാൻ പറ്റില്ല, അല്ലേ? സോ വേർഡ് റൂട്ട്, പ്രൈമറി സഫിക്സും എങ്ങനെയാണെന്നുള്ളതാണ്. കാർബൺ 1 2 3 4 ഞാൻ കൊടുത്തിട്ടുണ്ട്. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്. പ്രൈമറി സഫിക്സ് എയിൻ, ഈൻ, ഐൻ, ഡൈൻ ആണ്. ജനറൽ നെയിം ആൽക്കീൻ, ആൽക്കീൻ, ആൽക്കൈൻ, ആൽക്കഡീൻ ആണ്. സോ ഇങ്ങനെയാണ് വേർഡ് റൂട്ടും പ്രൈമറി സഫിക്സും വരെ. ഇപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും എന്താണ് പ്രൈമറി, ജനറൽ നെയിം, വേർഡ് റൂട്ട് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സെക്കൻഡറി സഫിക്സും ഫങ്ഷണൽ ഗ്രൂപ്പിനെ പറ്റിയിട്ടുമാണ് പറയാൻ പോകുന്നത്. സെക്കൻഡറി സഫിക്സ് നമ്മളൊക്കെ പ്രൈമറി സഫിക്സ് പറഞ്ഞു ആൻഡ് സെക്കൻഡറി സഫിക്സ് ആണ് പറയാൻ പോകുന്നത്. സോ ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രയോറിറ്റി. സോ ദ സെക്കൻഡറി സഫിക്സ് ഇൻഡിക്കേറ്റ് ദ നാച്ചർ ഓഫ് പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇൻ ദ ഓർഗാനിക് കോമ്പൗണ്ട്. അതായത് സെക്കൻഡറി സഫിക്സ് നമ്മുടെ ഒരു ചെയിനകത്ത് സെക്കൻഡറി സഫിക്സിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ, പ്രൈമറി സഫിക്സ് ഉണ്ട്, സെക്കൻഡറി സഫിക്സ് ഉണ്ട്, അല്ലേ? സോ സെക്കൻഡറി സഫിക്സ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ നേച്ചറിനെ ആയിരിക്കും പറയാം. ഒരു ഓർഗാനിക് കോമ്പൗണ്ടിലെ ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ നേച്ചറിനെയാണ് പറയാം. ഇപ്പൊ എക്സാമ്പിൾ, കോമൺ സെക്കൻഡറി സഫിക്സ് എന്ന് പറയുമ്പോൾ OIC ആസിഡ് ഫോർ കാർബോക്സിലിക് ആസിഡ്. കണ്ടോ, കാർബോക്സിലിക് ആസിഡ് ലാസ്റ്റിൽ നിന്ന് OIC ആസിഡ് നമ്മൾ എഴുതുന്നു. ആൻഡ് AL ഫോർ ആൽഡിഹൈഡ്, ON ഫോർ കീറ്റോൺ. സോ നമുക്ക് ഇതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് എന്താണ് നേച്ചർ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ മൾട്ടിപ്പിൾ ഫങ്ഷണൽ ഗ്രൂപ്പ് ആണെങ്കിലോ ഈ പോളി ഫങ്ഷണൽ കോമ്പൗണ്ട്സ് ഉണ്ടായിരിക്കുമല്ലോ, പോളി ഫങ്ഷണൽ കോമ്പൗണ്ട്സ്, അതിൽ കൂടുതൽ ഫങ്ഷൻസ് ഉള്ള കോമ്പൗണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹയസ്റ്റ് പ്രയോറിറ്റി ഗ്രൂപ്പ് ഡിറ്റർമൈൻ ചെയ്യുന്നത് സെക്കൻഡറി സഫിക്സ് വെച്ചിട്ടായിരിക്കും. ഈ ഓൾറെഡി പറഞ്ഞ സെക്കൻഡറി സഫിക്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഹയസ്റ്റ് പ്രയോറിറ്റി നമ്മൾ നോക്കുക. വൈൽ അതേഴ്സ് ആർ ട്രീറ്റഡ് സബ്സ്റ്റിറ്റ്യൂവൻസ്. സോ ബാക്കിയുള്ളതെല്ലാം സബ്സ്റ്റിറ്റ്യൂവൻസ് ആയിട്ട് നോക്കുകയും അങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മൾ പ്രയോറിറ്റി വെച്ചിട്ടാണ് നമ്മൾ മൾട്ടിപ്പിൾ ഫങ്ഷണൽ ഗ്രൂപ്പ്സിൽ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ സെക്കൻഡറി സഫിക്സ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന്റെ നേച്ചർ എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് സെക്കൻഡറി സഫിക്സ്. സോ നമ്മൾ പറയാൻ പോകുന്ന പ്രൈമറി ആൻഡ് സെക്കൻഡറി പ്രിഫിക്സിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. എന്താ പ്രൈമറി പ്രിഫിക്സ്? സോ പ്രൈമറി പ്രിഫിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്ന സാധനമാണ്. എന്താണ്? സൈക്ലിക് ഫ്രം അസൈക്ലിക് കോമ്പൗണ്ട്. സോ അസൈക്ലിക് കോമ്പൗണ്ടിൽ നിന്നുണ്ടായ സൈക്ലിക് ഫോംസിനെ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് പ്രൈമറി പ്രിഫിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ സൈക്ലോ, സോ കാർബോ സൈക്ലിക് കോമ്പൗണ്ട്. സോ അത് നമുക്ക് പ്രൈമറി പ്രിഫിക്സ് ആണ്. സോ ഡിസ്റ്റിങ്ക്യൂഷ് സൈക്ലിക് ഫ്രം അസൈക്ലിക് കോമ്പൗണ്ട്. അസൈക്ലിക് കോമ്പൗണ്ട്സിൽ നിന്ന് സൈക്ലിക് ഫോംസിനെ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ സെക്കൻഡറി പ്രിഫിക്സ് പറയുവാണെങ്കിൽ ഡിനോട്ട് സബ്സ്റ്റിറ്റ്യൂവൻസ് ഓർ സൈഡ് ചെയിൻ. സോ സബ്സ്റ്റിറ്റ്യൂവൻസും സൈഡ് ചെയിനുമാണ് അറിയുന്നത്. സോ ഇതെല്ലാം നമ്മൾ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? വേർഡ് റൂട്ട് ഇൻ ആൽഫബറ്റിക് ഓർഡറിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൈക്കിൾ പെൻറ്റെയിൻ, അത് പ്രൈമറി പ്രിഫിക്സ്, ആൻഡ് മീത്തൈൽ ഹെക്സാമൈൻ എന്ന് പറയുന്നത് സെക്കൻഡറി പ്രിഫിക്സ്. കണ്ടോ, ഇതുപോലെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. എളുപ്പമാണ് കേട്ടോ, ഒന്നുമില്ല അതൊന്നും. സോ നോമൻക്ലേച്ചർ ഓഫ് പോളിഫങ്ഷണൽ കോമ്പൗണ്ട്. സോ പോളിഫങ്ഷണൽ കോമ്പൗണ്ട് പറഞ്ഞല്ലേ, അപ്പോൾ അതെങ്ങനെ നോമൻക്ലേച്ചർ? നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഫങ്ഷണൽ ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്യുക. നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്യുക. പ്രിൻസിപ്പൽ ഗ്രൂപ്പ്, നമുക്ക് ഹയസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാൻ പറ്റുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നെയിം പ്രിൻസിപ്പൽ ഗ്രൂപ്പ്, നമ്മൾ അപ്രോപ്രിയേറ്റ് ഉള്ള സഫിക്സ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ പ്രിൻസിപ്പൽ ഫങ്ഷണൽ ഗ്രൂപ്പ് നമുക്ക് അപ്രോച്ച് ചെയ്യുക. നമ്മൾ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സഫിക്സ് കൊടുക്കുക. ആൻഡ് നെയിം അതർ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂവൻസ്, മറ്റുള്ള ഗ്രൂപ്പുകൾ സബ്സ്റ്റിറ്റ്യൂവൻസ് ആയിട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം, ഒരു വ്യത്യാസവും ഇല്ല. അതിൻ്റെ ഒരു ഇച്ചിരി ഒരു എന്താണ്, ഒന്നും കൂടെ ഒന്ന് ഫ്രണ്ടിലോട്ട് പ്രയോറിറ്റി വെച്ച് നമ്മൾ മാറ്റുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ നോമൻക്ലേച്ചർ ഓഫ് കാർബോ സൈക്ലിക് കോമ്പൗണ്ട്സ് ആണ്. സോ അലിസൈക്ലിക് കോമ്പൗണ്ട്സ് ഉണ്ട്. അലിസൈക്ലിക് കോമ്പൗണ്ട്സ്, സൈക്ലോ എന്ന് വെച്ചാൽ നമുക്ക് അറിയാം അല്ലേ, സൈക്ലിക് ആയിരിക്കും. സോ നമ്മൾ എപ്പോഴും അലിസൈക്ലിക് കോമ്പൗണ്ട്സ് നമ്മൾ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് ലോവസ്റ്റ് പോസിബിൾ നമ്പർ വെച്ചിട്ടാണ്. സബ്സ്റ്റിറ്റ്യൂവൻസിന് ലോവസ്റ്റ് പോസിബിൾ നമ്പർ വെച്ചിട്ട് എപ്പോഴും
അലിസൈക്ലിക് കോമ്പൗണ്ട്സിന് കൊടുക്കുക. ഇനി അരോമാറ്റിക് കോമ്പൗണ്ട് ആണെങ്കിൽ നമുക്കൊരു സ്പെഷ്യൽ നെയിമിംഗ് റൂൾസ് ഉണ്ട് കേട്ടോ. സോ ബെൻസീൻ ആണ് പാരന്റ് കോമ്പൗണ്ട് ആയിരിക്കും, അത് വെച്ചാണ് എപ്പോഴും അരോമാറ്റിക്. നിങ്ങൾ എപ്പോൾ നോക്കി ഇനി മെഡിസിനൽ കെമിസ്ട്രിയിലൊക്കെ ഫുള്ള് ബെൻസീൻ സ്ട്രക്ചറിന്റെ കളിയായിരിക്കും കേട്ടോ. ആൻഡ് കോംപ്ലക്സ് സ്ട്രക്ചർ, കോംപ്ലക്സ് ആണെങ്കിലോ സോ ബോത്ത് സൈക്ലിക്കും അസൈക്ലിക് പാർട്ട് ഉണ്ടായിരിക്കും. സോ ഡിറ്റർമൈൻ ചെയ്യുന്നത് IUPAC റൂൾ വെച്ച് തന്നെയാണ്. കാർബൺ ആറ്റം എത്രയുണ്ട്, ഫങ്ഷണൽ ഗ്രൂപ്പ് വെച്ചിട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യം. സോ ഞാൻ ഇപ്പോഴും പറയുന്നു, ഇത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, മനസ്സിലാക്കേണ്ടതാണ്. ബേസിക്സ് ഓർഗാനിക് കെമിസ്ട്രി ആണ്. സോ പേര് ഇപ്പോൾ എക്സാമ്പിൾ സ്ട്രക്ചർ അറിയാം, പക്ഷേ പേരില്ലെങ്കിൽ IUPAC ഒക്കെ അറിയാമെങ്കിൽ, കുറച്ചൊക്കെ നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും എന്നുള്ളതാണ്. സോ അത്ര ഇമ്പോർട്ടൻസ് ഇല്ല, എന്നാൽ മനസ്സിലാക്കി വെക്കുകയും വേണം. സോ നെക്സ്റ്റ് ആണ്. താങ്ക് യു.